ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബൈസാൻഡിയൻ കലയെക്കുറിച്ച് നടത്തിയ ഗവേഷണ പഠനങ്ങൾ 1930 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. ആൻസർ ടാൽബോട്ട് റൈസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൈസാൻഡിയൻ കലയുടെ പ്രത്യേകതകൾ. ഒന്നാമത്തത് ഹസ്തലിഖിത ഗ്രന്ഥങ്ങൾ, രണ്ടാമത്തത് മൊസൈക്ക് പണികൾ, മൂന്നാമത്തത് ആൾത്താര ചിത്രങ്ങൾ, നാലാമത്തത് പാനൽ പെയിൻറ്റിങ്ങുകൾ, അഞ്ചാമത്തത് പ്രതിമാശില്പങ്ങൾ, അടുത്തത് മന്ദിരശില്പങ്ങൾ. ബൈസാൻഡിയൻ കലയിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ എന്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്? ആത്മീയ ചൈതന്യത്തിന്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യൻ ദിവ്യപുരുഷനിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരിക്കണമെന്നുള്ള ഉൾക്കാഴ്ചയാണ് ഡാഷ് കലയുടെ അടിത്തറ. ബൈസാൻഡിയൻ കല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബൈസാൻഡിയൻ കലയിലെ ചിത്രങ്ങളിലെ രൂപകൽപ്പന എങ്ങനെയുള്ളതായിരുന്നു? നീണ്ടുമെലിഞ്ഞ ദൃഢഗാത്ര രൂപകൽപ്പന. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, അവസാന വിധി സമയത്തെ നിസ്സംഗത്വ ചിത്തനായ ക്രിസ്തുവിൻ്റെ ഒരു അർദ്ധകായ ചിത്രം ബൈസാൻഡിയൻ ശൈലിയിലുള്ള ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നാണ്. ഇത് എവിടെയാണുള്ളത്? സെഫാലു കത്തീഡ്രലിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എൻത്രോൺഡ് മെഡോണ ആൻഡ് ചൈൽഡ്, വൈറ്റ് വാഷിംഗ് ഓൺ ഇമേജ് ഓഫ് ക്രൈസ്റ്റ് എന്നീ ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? താരതമ്യേന ഇരുണ്ട വർണ്ണങ്ങളോട് കൂടിയതും രേഖാപ്രാധാന്യത്തോടു കൂടിയതുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എൻത്രോൺഡ് മെഡോണ ആൻഡ് ചൈൽഡ്, വൈറ്റ് വാഷിംഗ് ഓൺ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. ബൈസാൻഡിയൻ ശൈലിക്ക് മകുടോദാഹരണങ്ങളായ ഈ ചിത്രങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? വാഷിംഗ്ടണിലെ നാഷണൽ ഗാലറിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ക്രീറ്റ് ദ്വീപിൽ നിന്നും സ്പെയിനിലെത്തിയ ബൈസാൻഡിയൻ കലാപ്രവർത്തനത്തിൽ സജീവമായ ഡാഷ് ഈ കലാശൈലിയിൽ അവസാന പ്രതിഭാശാലിയായി മാറി? ആൻസർ എൻ ഗ്രോക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ, ബൈസാൻഡിയൻ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണഭാഷ? ഗ്രീക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺസ്റ്റാന്റിനോപ്പിളിലെ ഹാഗിയ സോഫിയയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഒരു പള്ളി. അടുത്ത ക്വസ്റ്റ്യൻ, റോമൻ സാമ്രാജ്യത്തിൻ്റെ പുതിയ തലസ്ഥാനമായി കോൺസ്റ്റാന്റിനോപ്പിളിൽ സ്ഥാപിച്ച ബൈസാൻഡിയൻ ചക്രവർത്തി? മഹാനായ കോൺസ്റ്റാന്റൈൻ. ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാനായ കോൺസ്റ്റാന്റൈൻ്റെ ഭരണത്തിനു ശേഷം ബൈസാൻഡിയൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം ഏതാണ്? ക്രിസ്തുമതം. അടുത്ത ക്വസ്റ്റ്യൻ, പള്ളി അലങ്കാരത്തിലും വ്യക്തിഗത ഇനങ്ങളിലും സങ്കീർണമായ മതചിഹ്നങ്ങളും ഡിസൈനുകളും ഉപയോഗിച്ചിരുന്ന ബൈസാൻഡിയൻ ആചാരം ഏതാണ്? ബൈസാൻഡിയൻ ഐക്കണോഗ്രഫി. കുറച്ച് പാടാണ്, എന്നാലും ഇതൊന്ന് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. എന്നാലേ കുറച്ച് മെമ്മറിയിലേക്ക് നിൽക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, പെൻഡൻറ്റീവുകൾ കൊണ്ട് താങ്ങി നിർത്തപ്പെട്ട വലിയ താഴികക്കുടം കൊണ്ട് സവിശേഷമാക്കപ്പെട്ട ഏത് ബൈസാൻഡിയൻ വാസ്തുവിദ്യാ സവിശേഷതയ്ക്കാണ് ബൈസാൻഡിയൻ രൂപകൽപ്പനയുടെ മുഖമുദ്രയായി കണക്കാക്കപ്പെടുന്നത്? ആൻസർ സെൻട്രൽ ഡോം. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്കണോക്ലാസ് കാലഘട്ടത്തിൽ പലപ്പോഴും സംഘർഷങ്ങൾക്ക് കാരണമായ മതപരമായ ചിത്രങ്ങളെ ആരാധിച്ചിരുന്ന ബൈസാൻഡിയൻ ആചാരം ഏതാണ്? ആൻസർ ഐക്കണോക്ലാസം. അടുത്ത ക്വസ്റ്റ്യൻ, ഹാഗിയ സോഫിയയുടെ താഴികക്കുടം താങ്ങി നിർത്തുന്നത്? പെൻഡൻറ്റീവ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ബൈസാൻഡിയൻ കല അഭിവൃദ്ധി പ്രാപിച്ചത് എന്തിലൊക്കെയായിരുന്നു? ഗ്ലാസ് മൊസൈക്ക്, പാനൽ, ചുമർ ചിത്രങ്ങൾ, ലോഹപ്പണികൾ, ഇനാമലും
ആനക്കൊമ്പിലും വിലയേറിയ മറ്റു വസ്തുക്കളിലും കൊത്തിയെടുത്ത റിലീഫ് തുടങ്ങിയവയിലാണ് ബൈസാന്റിയൻ കല അഭിവൃദ്ധി പ്രാപിച്ചത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഗോതിക് കലാശൈലി രൂപം കൊണ്ടത് എവിടെ? ഫ്രാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, മന്ദിരശില്പകലയിൽ കനം കൂടിയ ഭിത്തികളോടു കൂടിയതും ജനലുകളോടു ഇടുങ്ങിയ വാതിലുമായിരുന്നു ഡാഷ് ശൈലി? റോമൻ ശൈലി. റോമൻ വാസ്തുവിദ്യയുടെ ഒരു രീതിയായിരുന്നു അത്, മന്ദിരശില്പത്തിൻ്റെയൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോതിക് ശില്പകലയുടെ പ്രത്യേകത? കനം കുറഞ്ഞ ഭിത്തികളിൽ തൂണുകളുടെ സഹായത്താൽ ഗോപുരങ്ങളും സ്തൂപികകളും. ജനലുകൾക്കു മുകളിൽ കൂർത്ത ആകൃതി. വർണ്ണച്ചില്ലുകൾ കൊണ്ടലങ്കരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഗോതിക് എന്ന വാക്കിനർത്ഥം? അതിൻ്റെ അർത്ഥം വികൃതമാക്കപ്പെട്ടത് അഥവാ അപരിഷ്കൃതമാക്കപ്പെട്ടതെന്ന് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോതിക് കലയുടെ പ്രത്യേകത? ഉജ്ജ്വലമായ വർണ്ണപ്രയോഗം, ലോലമായ വിശദാംശങ്ങൾ, ഔചിത്യപൂർവമുള്ള ചിത്രകലാ സംവിധാനം, ലളിതമായ രൂപാവിഷ്കരണം, വെളിച്ചവും നിഴലും ക്രമീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗോതിക് കലാകാരന്മാർ? ആൻസർ, റോംബോഷ്, ലാംബർക്ക് സഹോദരന്മാർ, മെർഷിയോർ ബ്രോയ് ഡെർലം, സിമണി മാർട്ടി, കോൺറാഡ് ലെയ്ബ്, റൂലാൻഡ് ഡ്രോയിങ് ദി എൽഡർ, എക്സെട്ര. അടുത്ത ക്വസ്റ്റ്യൻ, സിവിലൈസേഷൻ ഓഫ് ദി റിനൈസൻസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതാര്? ബർലാർഡറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നവോത്ഥാന കാലത്തെ പ്രശസ്ത കലാകാരന്മാർ? ആൻസർ, സിമാബോ, ജിയോട്ടോ, ബോട്ടിസെല്ലി, മൈക്കലാഞ്ചലോ. അടുത്ത ക്വസ്റ്റ്യൻ, 15ാം നൂറ്റാണ്ടിലെ ചിത്രകലയിൽ ഗോതിക് ശൈലിയുടെ സ്വാധീനം പ്രശസ്ത ഡച്ച് ചിത്രകാരനായ ഡാഷിൻ്റെ ചിത്രങ്ങളിൽ പ്രകടമായിരുന്നു? ആൻസർ, റോം ബോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോതിക് കലാശൈലി പ്രചാരത്തിലിരിക്കുമ്പോഴും കത്തോലിക്ക സഭയുടെയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെയും ഔദ്യോഗിക അംഗീകാരം നേടിയിരുന്നത് ഡാഷ് ശൈലിയിലുള്ള രചനയിലായിരുന്നു? ആൻസർ, ബൈസാന്റിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധ ചിത്രകാരനായിരുന്ന എൻഗ്രോക്കയുടെ ആദ്യകാല രചനകൾ ഡാഷ് ശൈലിയിലുള്ള ദേവതാ ചിത്രങ്ങളായിരുന്നു? അതിൻ്റെ ആൻസർ, ബൈസാന്റിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, റിനാസിറ്റ എന്ന പദം പുനർജൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചത് ആര്? ആൻസർ, വസാരി. അടുത്ത ക്വസ്റ്റ്യൻ, 1860 സിവിലൈസേഷൻ ഓഫ് ദി റിനൈസൻസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആര്? ബർലാർഡറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നവോത്ഥാന കലയ്ക്ക് ബൃഹത്തായ സംഭാവനകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ കേന്ദ്രം? ഇറ്റലി. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് നഗരത്തിലാണ് സിമാബോ, ജിയോട്ടോ, ബോട്ടിസെല്ലി, മൈക്കലാഞ്ചലോ തുടങ്ങിയവരാണ് നവോത്ഥാന കാലത്തെ പ്രശസ്തരായ കലാകാരന്മാർ ജീവിച്ചിരുന്ന സ്ഥലം? ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നവോത്ഥാന കലാപ്രസ്ഥാനത്തിലേക്കുള്ള കവാടം നിർമ്മിച്ചത് ഡാഷ് ആണ്? ജിയോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദി കൺസ്റ്റബിൾ മഡോണ വിത്ത് ദി മേയർ ഡലാഡ്, സെൻറ്റ് ജോസഫ് എന്നീ റാഫേൽ ചിത്രങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? പുഷ്കിൻ ഗാലറിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റാലിയൻ നവോത്ഥാന കാലത്തെ പ്രതിനിധാനം ചെയ്യുന്ന അതിമനോഹരവും അത്യാകർഷകവുമായ കലാസൃഷ്ടികൾ എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? ആൻസർ, ഇറ്റലിയിലെ ഉഫീസി ഗാലറിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, മഡോണ ആൻഡ് ചൈൽഡ് മജസ്റ്റി ആരുടെ സൃഷ്ടിയാണ്?
സിമാബോ. അടുത്ത ക്വസ്റ്റ്യൻ, സെൽഫ് പോർട്രേറ്റ്, സെയിൻറ്റ് അഗസ്റ്റിൻ ഇൻ ഹിസ് സ്റ്റഡി തുടങ്ങിയ കലാസൃഷ്ടികൾ ആരുടെയാണ്? ബോട്ടിസെല്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ഹോളി ഫാമിലി എന്ന ചിത്രം ആരുടെ സൃഷ്ടിയാണ്? ആൻസർ മൈക്കലാഞ്ചലോ. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെറുതെ വെച്ചിട്ട് കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മഡോണ ആൻഡ് ദി ഗേൾ, മഡോണ ആൻഡ് ദി ഗോൾഡ് ഫിഞ്ച് എന്ന ചിത്രത്തിൻ്റെ സൃഷ്ടി ആരുടെ സൃഷ്ടിയാണ്? റാഫേൽ. അടുത്ത ക്വസ്റ്റ്യൻ, ബാറോക്ക് കലാശൈലി ഏതു കലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രതിമാശില്പകല. അടുത്ത ക്വസ്റ്റ്യൻ, ബറോക്ക് കലാശൈലിയുടെ പ്രത്യേകത? നാടകീയത മുറ്റുനിന്ന ഭാവതീവ്രമായ ആവിഷ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, വിയന്നയിലെ നാഷണൽ ലൈബ്രറിയുടെ മേൽക്കൂരയിൽ വരച്ചിരിക്കുന്ന അബോത്തനീസ് ഓഫ് എംപറൽ ചാൾസ് ആറ് ആൻഡ് ദി ഹ്യൂമാനിറ്റീസ് എന്ന ഫ്രെസ്കോ പെയിൻറ്റിംഗ് ആരുടേതാണ്? ഡാനിയൽ ഗ്രാനുപാൽ ട്രോജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബറോക്ക് കലാശൈലി ചിത്രകലയ്ക്ക് സംഭാവന ചെയ്ത ഒരു ശ്രദ്ധേയമായ ഒരു സാങ്കേതിക പദ്ധതി? ആൻസർ ഇല്യൂഷനിസം. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രീകരിക്കപ്പെടുന്ന വസ്തുവിൻ്റെ ത്രിമാനാകാരം ദ്രഷ്ടാവിന് അനുഭവപ്പെടുന്ന വിധം ചിത്രണം ചെയ്യുന്ന രീതിയാണ് ഡാഷ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതും ഇല്യൂഷനിസം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിസത്തിൻ്റെ ഘടകങ്ങൾ? രൂപപരമായ ആഢ്യത്വം, ലാളിത്യം, ഭാവനിയന്ത്രണം, നിയതത്വം, കുലീനത, വർണ്ണ നിയന്ത്രണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീസിലെയും റോമിലെയും പുരാതന ക്ലാസിക്കൽ കലയുടെയും സ്വാധീന വലയത്തിൽപ്പെട്ട ഒരു സങ്കര കലാപ്രസ്ഥാനമാണ് ഗാന്ധാരകല. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലേറ്റോ തൻ്റെ തത്വജ്ഞാന ക്ലാസുകൾ നടത്തിയിരുന്ന വിദ്യാലയത്തിൻ്റെ പേര്? അക്കാദമി. ചിത്രകലയിലെ അക്കാദമിക് ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രചനാപരമായ മേന്മ. ക്ലാസിക്കൽ റിയലിസത്തിൻ്റെ സൂത്രധാരൻ? ജാൻ വാൻ ഐക്ക്. പീറ്റർ പോൾ റൂബൽ ഒരു ഡാഷ് ആയിരുന്നു? ക്ലാസിക്കൽ റിയലിസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പുൽത്തകിടിയിലെ മധ്യാഹ്ന ഭക്ഷണം എന്ന ചിത്രം വരച്ച ക്ലാസിക്കൽ റിയലിസ്റ്റ് ചിത്രകാരൻ? മാനെ. അടുത്ത ക്വസ്റ്റ്യൻ, ഓർണാനിലെ ശവസംസ്കാരം, ഫ്യൂണറൽ അറ്റ് ഓർണാൻ എന്ന ചിത്രം വരച്ചതാര്? ഗസ്നി കോർബെ. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ റിയലിസ്റ്റ് ശൈലിക്ക് ഉദാഹരണമായ മൂന്നാം ക്ലാസ് യാത്രക്കാർ എന്ന ചിത്രം ആരുടെയാണ്? ഹോണർ ദ്യോമ. ലക്ഷണയുക്തമായ ആദ്യത്തെ റൊമാൻറ്റിക് ചിത്രസൃഷ്ടിയാണിത്? ആൻസർ മസൂഡയിലെ ചങ്ങാടം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഇത് സ്ക്രീൻഷോട്ടൊന്നും എടുക്കാതെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. എന്നാലും മാത്രമേ നമ്മുടെ മെമ്മറിയിൽ ഇത് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് ടഫായിട്ടുള്ളൊരു ഭാഗമാണ് ബൈസാൻഡിയൻ ആർട്ട്, ഗോതിക്ക്, ബാറോക്ക്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ആ പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് തന്നാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ നന്നായി പഠിക്കുക.